സൂറ ബഖറയിലെ 196-ാമത്തെ ആയത്തിൽ ഖുർആൻ അകമ്പൊരുളുകാരൻ വരുത്തിയിട്ടുള്ള ഒരു കൈക്രിയ, അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ ഒരു തട്ടിപ്പ് എന്ന് നമുക്കതിനെപ്പറ്റി പറയാം. ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ടാണ് 196 അതിലെ പരാമർശം എന്ന് പറയുന്നത്. അവിടെ വാത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ഹജ്ജും ഉംറയും പൂർത്തീകരിക്കണം. ഫൈൻ നുഹ്സിർത്തും, ഇനി നിങ്ങൾ ഉപരോധത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ, എന്നാൽ നിങ്ങൾക്ക് ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പാകത്തിൽ പോകാൻ സാധ്യമല്ലാത്ത വിധം തടസ്സത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? പ്രായശ്ചിത്തമായി നിങ്ങൾ ഹദിയ്, ഒമസ്തൈസറ മിനൽ ഹദിയ്, സാധ്യമായിട്ടുള്ള ഹദിയ് നൽകണമെന്നാണ്. ഇവിടെ അകമ്പൊരുളുകാരൻ പറയുന്നത്, നിങ്ങൾ തടയപ്പെട്ടാൽ സാധിക്കുന്നത് പ്രായശ്ചിത്തമായി ദാനം ചെയ്യുക. ഇവിടെ ഹദിയ് എന്നതിനെയാണ് അകമ്പൊരുളുകാരൻ ദാനം എന്ന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. ഇത് വിശുദ്ധ ഖുർആനിൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളുടെ ഒക്കെ മൊത്തം ലംഘനമാണ്. അതിന് ഘടകവിരുദ്ധമാണ് ഈ അർത്ഥകൽപ്പന എന്നതാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് പിന്നെയും പറയണത് നോക്കുക, വലാ തഹ്ലിഖു റൂസക്കും ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹു, പ്രായശ്ചിത്തം ദാനം ചെയ്യുന്നത് വരെ നിങ്ങൾ തലമുണ്ടനം ചെയ്യരുത് എന്നാണ് അകമ്പൊരുളുകാരൻ പറയുന്ന അർത്ഥം. ഖുർആൻ പറയുന്നത് എന്താണ്? വലാ തഹ്ലിഖു റൂസക്കും, നിങ്ങൾ നിങ്ങളുടെ തല മുണ്ഡനം ചെയ്യരുത്, ഹത്താ യബ്ലുഗൽ ഹദിയു മഹില്ലഹു, ഹദിയ് അതിൻ്റെ സ്ഥാനത്തെത്തുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആദ്യം അവിടെ കയ്യിൽ കരുതിയിട്ടുള്ള ബലിമൃഗത്തെ അറുക്കണം. അറുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ തലമുണ്ഡനം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ ഹദി എന്നതിന് ദാനം എന്ന് പറയുന്ന അർത്ഥം തന്നെ തെറ്റാണ്. എന്നാൽ അകമ്പൊരുളുകാരൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ സാധ്യമായ എന്തെങ്കിലുമൊക്കെ ദാനം ചെയ്തിട്ടേ തലമുണ്ഡനം ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. അങ്ങനല്ല ഈ പറഞ്ഞതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞത്. കാരണം ഹുദൈബിയ്യയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത് എന്താണെന്നുള്ളത് വളരെ വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്. അവിടെയാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആളുകളും ഉംറ നിർവഹിക്കാൻ വന്നിട്ട് തടയപ്പെട്ടു എന്ന് പറയുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഹാബിമാരിൽ പലരുടെ കൂടെയും ബലിമൃഗം ഉണ്ടായിരുന്നു. അവിടെ അവർ തടയപ്പെട്ടു. അങ്ങനെ ഖുറൈശികളുമായുള്ള സന്ധി സംഭാഷണമൊക്കെ നടത്തി സന്ധി വ്യവസ്ഥകളൊക്കെ എഴുതി തയ്യാറാക്കിയതിൻ്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെയ്തത് എന്താണ്? കയ്യിലുള്ള ബലിമൃഗത്തെ അറുക്കാനുള്ളതാണ്. അതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലമുണ്ഡനം ചെയ്തിട്ടുള്ളത്. ഹദിയ് എന്ന് പറയുന്നത് ഈ ബലിമൃഗത്തിനാണ് എന്നത് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. മാത്രമല്ല ഇതേ ആയത്തിൽ തന്നെ പറയുന്ന ഒരു സംഗതി താഴെ വരുന്നുണ്ട്. വമൻകാന മിൻകും മരീദൻ ഔ ബിഹി അദം മിർ റഅ്സിഹി, നിങ്ങൾ രോഗിയായതിനാലോ ശിരസ്സിൽ വല്ല പ്രയാസവും ഉണ്ടായതിനാലോ നേരത്തെ തലമുണ്ഡനം ചെയ്യേണ്ടി വന്നാൽ അവെന്താ ചെയ്യേണ്ടത്? അകമ്പൊരുളുകാരൻ പറയുന്നത് ഫഫിദിയത്തും മിൻ സിയാം, വ്രതം, അതുപോലെ തന്നെ ഔ സദഖത്തിൻ, ദാനം, ഔ നുസുക്കിൻ, ബലി എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് പ്രായശ്ചിത്തം നടത്തണം എന്നാണ്. അപ്പോൾ അവിടെ സദക്ക എന്നാണ് ദാനത്തിന് പറഞ്ഞിട്ടുള്ളത്. തുടർന്ന് അകമ്പൊരുളുകാരൻ തന്നെ പറയുന്നത് നുസുക്ക് ബലി എന്നാണ്. അപ്പോൾ ബലി എന്ന് പറയുന്നത് ഖുർആൻ അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. ഈ നുസുക്ക് അതാണ് യഥാർത്ഥത്തിൽ ഹദി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഖുർആൻ ഇതേ ആയത്തിൽ തന്നെ ഹദിയ്, നുസുക്ക് 4 പദങ്ങളാണ് അവിടെ പ്രയോഗിച്ചത്. ഒന്ന് ഹദിയ്, അതാണ് ആവർത്തിച്ച് പറഞ്ഞത്. രണ്ടാമത്തത് സിയാം, നോമ്പ്. 3 സദക്ക, ദാനം.
യഥാർത്ഥത്തിൽ ദാനം എന്ന് പറയുന്നത് സദക്ക എന്ന പദമാണ് ഖുർആൻ അതിന് പ്രയോഗിക്കാറുള്ളത്. ഹദീ എന്നത് ഖുർആൻ ദാനത്തിന് എവിടെയും ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. പിന്നെ അത് ദാനം പിന്നെ സമ്മാനമായി നൽകുന്നതിന് ഹദിയ എന്ന് പറയും. ഹദിയയും സദക്കയും രണ്ടും രണ്ടാണ്. ഹദിയ ഒന്ന് വേറെയാണ്, ഹദിയത്ത് ഒന്ന് വേറെയാണ്, സദക്കത്ത് വേറൊന്നാണ്. ഹദിയ എന്ന് പറയുമ്പോൾ ഹദിയ എന്ന് പറയുമ്പോൾ അത് സമ്മാനമായി നൽകുന്നതാണ്. അതേവസരം സദക്ക എന്ന് പറയുന്നത് ദാനമാണ്. സിയാം എന്ന് പറയുന്നത് നോമ്പ്, നുസുക്ക് എന്ന് പറയുന്നത് ബലി, ഹദീ പറഞ്ഞതും ബലി. അപ്പോൾ ഈ പ്രയോഗങ്ങൾ ഖുർആൻ പ്രയോഗിച്ചിരിക്കെയാണ് ഇവിടെ അകമ്പൊരുളുകാരൻ ഹദീ എന്നതിന് ആവർത്തിച്ച് ദാനം സാധ്യമായ ദാനം എന്ന് തെറ്റായിട്ട് അർത്ഥം പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ പറഞ്ഞാൽ ബലിയെ നിരുത്സാഹപ്പെടുത്തുക എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ബലിയുടെ കാര്യം ഖുർആൻ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കാതിരിക്കാൻ നമ്മളുടെ അകമ്പൊരുളുകാരന് കഴിയണില്ല എന്നുള്ളതാണ് ഇവിടെ അദ്ദേഹം അകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഗതികേട് എന്ന് പറയുന്നത്. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ ബലി എന്ന് നുസുക്കിനർത്ഥം പറയേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ ബലി ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. എന്നിട്ട് പിന്നെ പറയണത് എന്താണ്? ഉംറയ്ക്ക് ശേഷം ഹജ്ജ് വരെയുള്ള ഫമൻ തമത്താ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി. ഉംറ ചെയ്തിട്ട് ഹജ്ജ് വരെ നിങ്ങൾ തമത്വ സുഖം അനുഭവിക്കുകയാണെങ്കിൽ അവിടെ കഴിയുന്ന ദാനം ചെയ്യണം എന്ന് പിന്നെയും തെറ്റായിട്ട് അർത്ഥം പറയുന്നു എന്നുള്ളതാണ്. ഫമൻ തമത്താ ബിൽ ഉംറത്തി ഇലൽ ഹജ്ജ് ഫമസ്തൈസറ മിനൽ ഹദി. എന്തുകൊണ്ട് ഖുർആൻ ഇവിടെ സദക്ക എന്നതിന് പറഞ്ഞില്ല എന്നൊരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ ചോദ്യത്തിനാണ് അകമ്പൊരുളുകാരൻ മറുപടി പറയേണ്ടി വരിക. അപ്പോൾ സദക്കയല്ല, സാധാരണ സദക്കയല്ല ഹദീ എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ ഹദീ എന്ന പദം തന്നെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഹദീ എന്ന് പറയുന്നത് ബലിയാണ്. ബലിക്ക് സാധ്യമല്ലെങ്കിലാണ് പിന്നെ മറ്റുള്ളത് നിർവഹിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ബലി എന്ന് പറയുന്നത് ഹജ്ജും ഉംറയുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായിട്ട് ഖുർആൻ നിർണയിച്ചു തന്നിട്ടുള്ള ഒരു സംഗതിയാണ് എന്നത് ഈ ആയത്ത് തന്നെ വളരെ വ്യക്തമായി പറയുന്ന ഒരു സംഗതിയാണ്. ഇനി ഇതിൻ്റെ വിവരണത്തിൽ അകമ്പൊരുളുകാരൻ പറയുന്നത് എന്താണ്? സാധിക്കുന്നത് പ്രായശ്ചിത്ത ദാനമായി നൽകുക. അതായത് തെറ്റായിട്ടുള്ള അർത്ഥം പറഞ്ഞിട്ട് അതിനാണ് അദ്ദേഹം വിവരിക്കുന്നത്. സാധിക്കുന്നത് പ്രായശ്ചിത്ത ദാനമായി നൽകുക എന്ന പ്രയോഗം ശ്രദ്ധേയമാണ്. എന്താണോ തനിക്ക് സാധിക്കുന്നത് അത് നല്ല നിലക്ക് സന്തോഷപൂർവ്വം നൽകലാണത് എന്നാണ്. യഥാർത്ഥത്തിൽ അത് ആ തെറ്റായിട്ടുള്ള അർത്ഥകൽപ്പനയ്ക്കുള്ള തെറ്റായിട്ടുള്ളൊരു വിശദീകരണമാണ്. എന്നിട്ട് പറയുന്നു അത് മൃഗബലി എന്ന ഒന്നിലേക്ക് ചുരുക്കിയത് ഖുർആനിക പ്രയോഗത്തിൻ്റെ സാധ്യതയെ നഷ്ടപ്പെടുത്തലാണ്. ഖുർആനിക പ്രയോഗത്തിൽ സദക്ക എന്നുള്ളത് ദാനം എന്നുള്ളത് വേറെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഈ അർത്ഥകൽപ്പനയും ആ നിലക്ക് അതിന് വിശദീകരിക്കലുമാണ് ഖുർആൻ്റെ സാധ്യതയെ ചുരുക്കുക എന്നുള്ളത്. കാരണം ഖുർആൻ ഒരു സംഗതി പറഞ്ഞിട്ട് പിന്നെ അതിന് സാധ്യമല്ലെങ്കിൽ മറ്റൊന്ന് എന്ന് പറയുമ്പോൾ ആ സാധ്യത അല്ലെങ്കിലാണ് മറ്റൊരു സാധ്യതയിലേക്ക് ഖുർആൻ പോകുന്നതെന്നാണ് വരിക. അതിനെ കണ്ണടച്ച് അവഗണിച്ചുകൊണ്ടാണ് പൊരുളുകാരൻ ഇങ്ങനെയുള്ളൊരു അർത്ഥകൽപ്പനയും വിശദീകരണമൊക്കെ അതിന് നൽകുന്നത് എന്നതാണ് വസ്തുത. അപ്പോൾ ഖുർആൻ പറയുന്ന ബലിയെ തീർത്ത് നിരാകരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അതിനെ നിരുത്സാഹപ്പെടുത്തുക. എന്നിട്ട് പിന്നെ പറയുന്നതോ ഈ കാലഘട്ടത്തിൽ അതിന് പ്രസക്തിയില്ല. അപ്പോൾ പണ്ട് കാലത്ത് ആളുകൾക്ക് മാംസം തിന്നതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു, പ്രസക്തി ഉണ്ടായിരുന്നു, ബലിക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു, പ്രസക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പ്രസക്തി ഇല്ല എന്നാണല്ലോ പറയേണ്ടി വരിക. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? മനുഷ്യന് അവൻ്റെ ഭക്ഷണക്രമം, അവൻ്റെ പ്രകൃതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരുപോലെ തന്നെയാണ്. അന്ന് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അവന് സംഗതമായിരുന്നത് ഇപ്പോഴും സംഗതമാണ്. അന്ന് അഭികാമ്യമായിരുന്നത് ഇപ്പോഴും അഭികാമ്യമാണ്. അന്ന് പ്രാധാന്യമുണ്ടായിരുന്നത് എന്നും പ്രാധാന്യമാണ്, എന്നും പ്രാധാന്യമുള്ളതായിരിക്കും എന്നുള്ളതാണ് അതിൽ അംഗീകരിക്കപ്പെടേണ്ട ഒരു സംഗതി പറഞ്ഞത്.
അപ്പോൾ ഈ വസ്തുതയെ നിരാകരിച്ചും അതിനെ തള്ളിപ്പറഞ്ഞും തനിക്ക് തൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ആശയങ്ങൾക്കൊപ്പിച്ച് ഖുർആനിനെ വിശദീകരിക്കുകയും അത് ഖുർആനിൻ്റെ പൊരുളാണെന്ന് തെറ്റായിട്ട് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ അകമ്പൊരുളുകാരൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുർആനിൻ്റെ കാര്യത്തിൽ കൈയാളിയിട്ടുള്ള ഏറ്റവും ഹീനമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയുന്നത്.